കഴിഞ്ഞ 5 വർഷവും ഈ കൗൺസിലിൽ തന്നെ ഈ ഭാഗത്തുനിന്ന് രണ്ടാമത്തെ കസേരയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. വാർഡ് വിഭജനത്തിൻ്റെ ചർച്ച 1.5 വർഷം മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഗൗരവമായിട്ട് തുടങ്ങിയത് മുതൽ ഹൈക്കോടതി മുതൽ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ കോർപ്പറേഷനിലെ ക്യൂ ഫീൽഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചത് വരച്ചവരെ ഉൾപ്പെടെ നിരവധി തവണ 1.5 വർഷത്തിനകം ഒറ്റയ്ക്കും കൂട്ടായൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. 1ാമത്തെ വാർഡ് മുതൽ 100ാമത്തെ വാർഡ് വരെ എങ്ങനെ വിഭജിക്കുന്നു എന്നൊക്കെ ഇരിക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റിയ പല ആൾക്കാരിൽ ഒരാളും ആണ് ഇപ്പോഴത്തെ മേയർ. അതുകൊണ്ട് തന്നെ ഇതിൽ ചില വാർഡുകൾ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്, ചില വാർഡുകളിൽ അങ്ങ് പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അത് 101 വാർഡിൻ്റെയും കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട. ആ പോരായ്മകൾ മുന്നിൽ കണ്ടുകൊണ്ട് 101 വാർഡിനും വികസനത്തിൻ്റെ കാര്യത്തിൽ ഫണ്ട് തരുമ്പോഴോ മറ്റുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൗൺസിലർമാർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അത് നിങ്ങൾക്ക് മുഖവിലേക്ക് എടുക്കുക. അങ്ങ് പറഞ്ഞത് കൃത്യമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ബുദ്ധിമുട്ട് 101 വാർഡിൻ്റെ മാപ്പ് പലതവണ കാണാതെ പഠിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക് നന്നായിട്ടറിയാം. ഓരോ പ്രദേശത്തുള്ള ബുദ്ധിമുട്ടറിയാം. ഉദാഹരണത്തിന് തിരുമല വാർഡ് PTP സരസ്വതി സ്കൂൾ മുതൽ അവിടെ മുതൽ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. അമ്പലമുക്ക് വാർഡ് ജയന്തി കൗൺസിലറുടെ വാർഡ് ഏകദേശം ഒരു 6 വാർഡുകളുടെ നടുവിൽ കൂടെ ഒരു നദി ഒഴുകുന്നത് പോലെയാണ് അമ്പലമുക്ക് വാർഡ് വന്നിരിക്കുന്നത്. അങ്ങനെ 101 വാർഡിൻ്റെ ഘടന നന്നായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ അതൊക്കെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. നമ്മുടെ ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടും വാർഡ് വിഭജനം നടക്കുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഈ ഡയസിലത്ത് ഒരു കാര്യം പറയാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും നേരിട്ട് എല്ലാ വാർഡുകളിലെയും ഘടന ഏറെക്കുറെ ഇപ്പോൾ പൂന്തുറ വാർഡിലെ ഭീമാപള്ളി വാർഡിലെ കൗൺസിലറുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. കൗൺസിലറുണ്ട്, അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വ്യക്തമാണ്. അവർ ഏത് തരത്തിലും കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്, യാതൊരു സംശയവും വേണ്ട. ആ വാർഡിനുൾപ്പെടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്ന ഒരു ഭരണസമിതിയായിരിക്കും. ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും അത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ സപ്ലിമെന്ററി അജണ്ട നമ്മൾ ചർച്ച ക്ലോസ് ചെയ്യാണ്. നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത നിർവഹണ ഉദ്യോഗസ്ഥരുടെ. അപ്പോൾ 0% നിൽക്കുന്ന ഉദ്യോഗസ്ഥർ പോലും റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ 0% എണ്ണിച്ചെന്ന് പറയാൻ വേണ്ടി അവസ്ഥ വന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ആർക്കും തന്നെ ഒരാളോ മറ്റൊഴിയോ ബാക്കി ആരും ഒരു 35% കൂടുതൽ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ചോദിച്ചു അവരോട്, ഇനി എത്ര ദിവസമാണുള്ളത്? നമ്മുടെ കയ്യിലുള്ള 35-40 ദിവസമാണുള്ളത്. എത്ര ദിവസം കഴിഞ്ഞു പോയി? ഏകദേശം 13 ദിവസം കഴിഞ്ഞു പോയി. ആ ഒരു സാഹചര്യത്തിലാണ് മെയിൻ അജണ്ട സർക്കുലേറ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് സപ്ലിമെന്ററി അജണ്ട വന്നിട്ടുള്ളത്. ഞാൻ ഉദ്യോഗസ്ഥരുടെ പേരൊന്നും പറയുന്നില്ല. എന്നെക്കാൾ കൂടുതൽ മുൻ മേയറായിരുന്നവർക്കൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ പേരൊക്കെ അറിയാം. 1% വർക്ക് റിഫ്ലക്റ്റ് ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മേയർ നടത്തിയ വിലയിരുത്തൽ. ഞങ്ങൾക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ഡെപ്യൂട്ടി മേയറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വേദനാകരമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സപ്ലിമെന്ററി അജണ്ട ഇങ്ങനെ തരേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പിന്നെ അതൊരു പൊളിറ്റിക്കലി ഉള്ളതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം, കാരണം ഇനി വരുന്ന 5 വർഷം പറയണ്ട, മേരി പറഞ്ഞു നോക്കാം നമുക്ക് ഇപ്പോഴത്തെ കഴിയട്ടെ. ഇനി 5 വർഷവും പലതരത്തിലും അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പരാമർശം ഉണ്ടാകുമ്പോഴേക്കും ശ്രീ ദീപക് ഉന്നയിച്ച ഒരു കാര്യം, ഒരു നിരീക്ഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. അത് പറഞ്ഞു, കഴിഞ്ഞ കൗൺസിൽ എന്ന് പറയരുതെന്ന്. നമ്മൾ എത്രയൊക്കെ നിയന്ത്രിച്ചാലും ഇനിയുള്ള 5 വർഷവും കഴിഞ്ഞ കൗൺസിൽ എന്ന് പറയും, ആരെങ്കിലുമൊക്കെ പറയും. ഞാൻ ഒഴിവാക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കി, നമ്മൾ ഈ നിയമസഭയിലൊക്കെ നടക്കുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരാമർശിക്കുമ്പോൾ നിങ്ങളുടെ മന്ത്രിസഭ എല്ലാ പ്രസംഗങ്ങളിലും 100 തവണ കേട്ടിട്ടുണ്ട്. MP രാജേഷ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ വകുപ്പിന്റെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ നിങ്ങളുടെ കാലത്ത് ശബരിനാഥിന്റെയൊക്കെ പാർട്ടി ഭരിച്ചിരുന്നപ്പോൾ ഉള്ള ഓരോ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് പറയാറില്ലേ? ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിക്കുമ്പോഴേക്കും ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭ ഉൾപ്പെടെ പരാമർശിക്കാറുണ്ട്. വാജ്പേയിയുടെ മന്ത്രിസഭ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ UPA ഗവൺമെന്റ് മുന്നോട്ട് വരിക. അതുകൊണ്ട് പാർലമെന്റിലാകാം, നിയമസഭയിലാകാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാകാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പോലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവതരിപ്പിച്ച അജണ്ടകൾ അംഗീകരിക്കുകയാണ്.